കൊല്ലം പരവൂരിൽ മകന്റെ മർദ്ദനമേറ്റ കിടപ്പ് രോഗി മരിച്ചു. പൂതക്കുളം പുന്നേക്കുളം സ്വദേശി ശശിയാണ് മരിച്ചത്. മകൻ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, അത് വലിയൊരു അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ മർദ്ദനം? പോലീസ് പറയുന്നത് എന്താണ്? അരുൺരാജ്. റിജിത്ത്, കൊല്ലം പരവൂരിലാണ് മകന്റെ മർദ്ദനമേറ്റ് കിടപ്പ് രോഗിയായ അച്ഛൻ മരിച്ചത്. പൂതക്കുളം പുന്നേക്കുളം സ്വദേശിയായ ശരത്തിനെ ഇപ്പോൾ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷമാണ് ശരത്ത് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. ബുധനാഴ്ച രാത്രിയാണ് മർദ്ദനമേറ്റ ശശിയെ ഈ ബന്ധുക്കൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും പക്ഷേ ഇവർ പോയില്ല. പകരം വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ശശിയുടെ മരണം സ്ഥിരീകരിച്ചത്. ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ഈ അയൽക്കാരുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് മകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മകന്റെ മർദ്ദനമാണ് മരണകാരണം എന്നുള്ളതാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ശശിയുടെ ശരീരത്ത് വലിയ തോതിൽ മർദ്ദനമേറ്റ പാടുകളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഈ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടും പോകാത്തതെന്ന് സംബന്ധിച്ച കൃത്യമായ ഉത്തരം ബന്ധുക്കൾക്കും ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും ഈ മകന്റെ സമ്മർദ്ദമാണ് അതിന് പിന്നിലും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഈ അച്ഛന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെയാണ് മകനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, കിടപ്പ് രോഗിയായ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയെന്നുള്ള നടക്കുന്ന വാർത്തയാണ് കൊല്ലത്ത് നിന്ന് പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അരുൺരാജ്.